സോ ഗൈസ് നമ്മൾ ആ ബൈപ്പാസിലോട്ട് വന്ന് കയറുകയാണ് കേട്ടോ. ബൈപ്പാസ് അല്ല, ഹൈവേയിലോട്ട്. നമ്മളിപ്പോൾ ടൗണിൽ കയറാൻ വേണ്ടിയിട്ടാണ് ഈ റൂട്ട് സെലക്ട് ചെയ്തത്. നമ്മൾ നേരത്തെ വന്നുകൊണ്ടിരുന്ന ഹൈവേയിലോട്ട് കയറുകയാണ്. ഇങ്ങനത്തെ ഒരു റോഡ് കിട്ടിയാൽ പിന്നെ വേറെ ഒന്നും ചെയ്യണ്ട കേട്ടോ. ക്രൂസും സെറ്റ് ചെയ്ത് ചുമ്മാ ഇങ്ങനെ ഇരിക്കുക, അങ്ങ് പൊക്കോണ്ടിരിക്കും. ഉറങ്ങിപ്പോകാൻ നോക്കിയാൽ മതി, ബാക്കി കുഴപ്പമൊന്നുമില്ല. നമ്മളാ ദൂരെ നിന്ന് കണ്ട മല അടുത്തടുത്ത് വരുന്നത് കണ്ടോ. നമ്മൾ അങ്ങനെ കാണാൻ തുടങ്ങിയത് ആ മല, അത് നമ്മൾ അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുക. കൊടൈക്കനാൽ 68 കിലോമീറ്റർ അതിന്. കാമാക്ഷിപുരം ഈ സ്ഥലത്തിൻ്റെ പേര്. നല്ല തിക്കി നിറഞ്ഞ് തെങ്ങ് നിൽക്കുന്നത് കണ്ടോ. ആ സൈഡിൽ ഈ രണ്ട് സൈഡിലും തെങ്ങ് ഇങ്ങനെ തിക്കി നിറഞ്ഞ് നിൽക്കുക. ഇതാ കാണുന്ന മലകളും ആ കാണാനൊക്കെ നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. സോ ഗായ്സ്, നമ്മൾ ഗൂഗിൾ മാപ്പ് കാണിച്ച വഴി തന്നെ പോവുകയാണ് കേട്ടോ. മെയിൻ റോഡിൽ നിന്ന് നമ്മൾ വിട്ടു, നമ്മൾ ഏതോ ഊട് വഴിയൊക്കെ പോവുകയാണ്. എവിടെ എത്തുമോ എന്തോ. ശ്രീഹരിയാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അവസാനം വല്ല അണ്ണാച്ചിയുടെ വീട്ടിലോട്ട് ഇടിച്ച് കയറാതിരുന്നാൽ മതിയായിരുന്നു. പഴയ ടൈപ്പ് വീടുകളാണ് കേട്ടോ എല്ലാം. പല നീലയും പിങ്ക് കളറൊക്കെ, ഗ്രീൻ. സോ ഗൈസ്, നമ്മൾ വീണ്ടും ഒരു നല്ലൊരു വഴി വന്ന് കയറിയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇത് കൊടൈക്കനാലിലേക്കുള്ള ഷോർട്ട് കട്ട് എന്തെങ്കിലും ആയിരിക്കും. പക്ഷേ റൂട്ട് കൊള്ളാം, നല്ല തണലുണ്ട്. ഇപ്പം ഒരു സമാധാനമുണ്ട് ഇതുവഴി പോകാൻ വേണ്ടി. ഇത്രയും നേരം കൊടും വെയിലത്തായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഇപ്പം നല്ല സുഖമുണ്ട്. അത് കണ്ടോ, ഒരു കോളാൻ സെറ്റപ്പാന്ന് തോന്നുന്നു. ഇവിടുത്തെ നാട്ടുകാരാന്ന് തോന്നുന്നു കുളിക്കുന്നത്. റോങ് ടേൺ. ഇങ്ങനത്തെ ഉള്ള ഡാമിന് എന്തുവാ പറയുന്നത്? ഒരു ബണ്ട് ഡാമിന്റെ അപ്പുറത്ത് നിന്ന് കുറെ തമിഴന്മാർ കുളിക്കുന്നു. ഇതിപ്പോ ഏത് വഴി ചെന്ന് കയറുന്ന വഴിയേത്? ഇവിടെ വന്ന് കയറും. ഈ ഗാർഡ് സെക്ഷൻ ഒഴിവാക്കാൻ വേണ്ടി നമ്മളെ ഇത്ര ഇട്ട് ചുറ്റിച്ചു. ഇവിടെ വെയിലൊന്നും ഇല്ലല്ലോ. ചൊറഞ്ഞ് ചാവും. വാ പോവാം. ഇവിടെ കുളിച്ചാൽ ആ വെള്ളം ഇട്ടിട്ട് തൊലിയൊക്കെ പറഞ്ഞു പോവും. വാ ഗൈസ്, ഇതെന്താണെന്ന് അറിയാമോ? എൻ്റെ പഞ്ഞിമരമാണ് കേട്ടോ, പഞ്ഞി. സമയം ഇപ്പോൾ 3 മണിയായി ഗൈസ്. നമുക്കിനി 54 കിലോമീറ്റർ ഉണ്ട്. 5 മണിക്ക് എത്തുള്ളൂ എന്നാണ് പറഞ്ഞത്. ഈ സ്ഥലം കൊള്ളാമല്ലേ, പക്ഷേ അവിടെ കുളിച്ച് നടക്കണം, അല്ലെങ്കിൽ അങ്ങോട്ട് കാണിച്ചു തരായിരുന്നു.
ഗായ്സ് നമ്മൾ കൊടൈക്കനാലിലേക്കുള്ള ഒഫീഷ്യൽ വഴിയിലോട്ട് കയറിയിരിക്കുകയാണ് കേട്ടോ. സോ നമ്മുടെ ഗാർഡ് സെക്ഷൻ ഇവിടുന്ന് തുടങ്ങും. നമുക്കിനി മല കയറി അങ്ങ് മുകളിലോട്ട് പോകാം. ഈ കാണുന്ന മലയാണ് കേട്ടോ നമ്മൾ കയറാൻ പോകുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഈ പാസ് വേണം, നമുക്ക് ഈ പാസ് എടുക്കാം കേട്ടോ. ഈ പാസ് ഉണ്ടെങ്കിലേ മുകളിലോട്ട് കയറ്റുള്ളൂ. ഓ അങ്ങനെ കിടക്കുള്ളല്ലേ. ഓരോ വണ്ടിക്കാണ് ഈ പാസ്, ഇപ്പം ആൾക്കാർക്കല്ല. ആ TNE പാസ് அப்ளை பண்ணுங்க. அவங்க யார் எந்த டிபார்ட்மெண்ட்ல இருந்து உங்களை பிடிக்கிறாங்களோ அந்த டிபார்ட்மெண்ட்டை பொறுத்து இருக்கு. ஃபாரஸ்ட், நகராட்சி தனியா, போலீஸ் பிடிக்குதோ எந்த டிபார்ட்மெண்ட் உங்களை பிடிக்கிறாங்களோ அந்த டிபார்ட்மெண்ட் பிடிக்க மாட்டாங்க போங்க. அது தேங்க் யூ ஆண்டி. സോ നമ്മൾ ഈ പാസ്സൊക്കെ എടുത്തു. ഇനി പിടിച്ചാലും ഒന്നും പേടിക്കണ്ടെന്നാണ് ഈ ആൻറ്റി പറഞ്ഞത് കേട്ടോ. ഈ പാസ് ഇല്ലാതെ പിടിച്ചാൽ നമുക്ക് 3000 തൊട്ട് 5000 രൂപ വരെ ഫൈൻ കിട്ടും കേട്ടോ. അതുകൊണ്ട് ഈ പാസ് എടുത്തിട്ട് പോകുന്നതാണ് നല്ലത്. ചാർജൊന്നും ഇല്ല കേട്ടോ. ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി, നമുക്ക് അപ്പം തന്നെ ഈ പാസ് അടിച്ച് കിട്ടും. നമ്മുടെ വണ്ടി നമ്പറാണ് വേണ്ടത്. സോ കൊടൈക്കനാലിന് 46 കിലോമീറ്റർ ഉണ്ട്. നമുക്കിനി 46 കിലോമീറ്റർ മല കയറണം. ദൂരെ നിന്ന് കണ്ട പാറക്കൂട്ടങ്ങളാണ് കേട്ടോ. വെള്ളം ഒഴുകി ആ ഒരു പാട് പറ്റി വരണ്ട് കിടക്കുക. നമ്മളാ മല മുഴുവൻ ചുറ്റിയായി മുകളിലോട്ട് പോകുന്നത്. ഇതേ പോണ കാട്ടിലോട്ട് കയറി പോകുന്നുണ്ടോ. സോ ഗൈസ് നമ്മൾ ഈ സൈഡിലുള്ള കടയിൽ ഒന്ന് റെസ്റ്റ് എടുക്കാൻ കയറി. 2 ലൈം സോഡ പറഞ്ഞിട്ടുണ്ട്, അതിപ്പോൾ കിട്ടും. സോ ഗൈസ് നമ്മൾ ഇവിടുന്ന് സോഡ നാരങ്ങയൊക്കെ കുടിച്ചു, ഒന്ന് റിഫ്രഷായി. അപ്പോൾ നമുക്ക് വീണ്ടും യാത്ര തുടങ്ങാം. ഒരു മിനിറ്റ്. നമ്മുടെ ഈ വണ്ടിക്ക് ചെറിയൊരു പണി കിട്ടിയിരിക്കുകയാണ്. ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിൻ്റെ നട്ടൂരി പോയിരിക്കണം കേട്ടോ. എത്തും, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ കടയിൽ ചോദിച്ചപ്പോൾ 1 കിലോമീറ്റർ കഴിഞ്ഞൊരു വർക്ക്ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ കയറി നമുക്കൊരു സ്ക്രൂവും കൂടി ഇട്ടിട്ട് പോവാം. അതിപ്പോൾ കണ്ടത് നന്നായി, ഇല്ലെങ്കിൽ ആ ക്ലച്ച് ഇപ്പോൾ ഊരി പോയാനും. ആര് എടാ വെള്ളം ഒഴിച്ച് ബബിൾ പൊങ്ങുന്ന പോലെ തോന്നൂടാ. അതില്ല, അതിനകത്തില്ല, നീ പേടിക്കണ്ട. കറക്റ്റ്, സീരിയസ് ആയിട്ടും കാറ്റ് പോണില്ല. കൊടൈക്കനാൽ എത്തുന്നതിന് മുമ്പുള്ളൊരു വെള്ളച്ചാട്ടത്തിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. ഇവിടെ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങോട്ടൊന്നും ഇറക്കുന്നില്ല. അവിടെ ഗേറ്റൊക്കെ പൂട്ടിയിട്ടേക്കുക. അയ്യോ, ഒരാളിരിക്കുന്നുണ്ടോ? സിൽവർ കാസ്കേഡ് ഫോൾസ് എന്നാണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പേര്. ഗുളികയുടെ ഷീട്ടില്ലേ,
ഷീറ്റ് അതേപോലത്തെ സാധനം. എടാ ടയറിന് നല്ല തിക്നെസ് ഉണ്ട്. ആ കൂർത്തതാണെങ്കിൽ അകത്ത് കയറി പോയി പഞ്ചറാവുള്ളൂ. ഇത് പഞ്ചറാവത്തില്ല. കുഴപ്പമില്ല, കാറ്റൊന്നും പോകത്തില്ല അതിന്റെ. കാറ്റ് പോയി എൻ്റെ കാറ്റ് പോയി. നമുക്ക് ഫ്രണ്ട് പിടിച്ച് ഇങ്ങനെ പോവാ. ഫ്രണ്ട് ബാക്ക് പൊക്കി. നമുക്ക് റൂമിൽ ചെന്നിട്ടൊരു ബക്കറ്റ് വെള്ളം വെച്ച് നോക്കാം. ബക്കറ്റ് ഉള്ളൂ. നമുക്ക് ഏതെങ്കിലും ടയർ കട കൊടുത്തു നോക്കാം. അതുപോലെ അടുത്തവൻ ഓ പരതാറിക്കുണ്ടായിരുന്നു. പോയ ബുള്ളറ്റ് കയറാ. പോയി എടുത്തോ എടുത്തോ. ഇവനാള് ശരിയല്ല കേട്ടോ. ഇത്ര നേരം നമ്മുടെ വണ്ടി കയറി ഇരിക്കുമായിരുന്നു. വാ പോവാ, അല്ലെങ്കിൽ നമ്മളെ എടുത്തോണ്ട് പോകുവേ. അതാണ് ഇവിടുത്തെ വ്യൂ. ഇനി നമ്മുടെ റൂമിലോട്ടുള്ള വഴിയും കൂടെ കണ്ടുപിടിച്ച് പോയാൽ കുറച്ച് നേരം പോയി റെസ്റ്റ് എടുക്കാം. അപ്പോൾ വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ. പുതിയ ടയറാണ്, മാറ്റിയിട്ട് 2 ദിവസമായിട്ടേ ഉള്ളൂ. അതിൻ്റെ ഒരു വിഷമമുണ്ട് പുള്ളിക്കാരന്. നമുക്കിനി റൂമിലോട്ട് പോകാം. 8 കിലോമീറ്റർ ഉണ്ട് ഇനി ഇവിടുന്ന് റൂമിലോട്ട്, നമ്മുടെ ഹോട്ടലിലോട്ട്. കൂലി ഘാട്ട് റോഡ്. വീണ്ടും വഴി തെറ്റിച്ചു കൊണ്ടുപോയി. അങ്ങോട്ടല്ലായിരുന്നു, നമുക്ക് വേറെ വഴിയായിരുന്നു. അതൊരു ഡെഡ് എൻഡ് ആയിരുന്നു. ഇപ്പോൾ കൊക്കയിലോട്ട് പോകാൻ 3 കൂടി. ഇവനിത് എങ്ങോട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നതെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. കുറേ നേരമായി കുന്നും മലയൊക്കെ കയറി ഇറങ്ങുന്നു. 8 കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ 15 കിലോമീറ്ററായി. കൊടൈക്കനാൽ മുറ്റം ചുറ്റി കാണുവാണെന്ന് തോന്നുന്നു. സ്ഥലത്തിൻ്റെ പേരെന്തുവാ? ഓ, റേഞ്ച് ഇല്ലല്ലേ? അല്ല, ഹോട്ടലിൻ്റെ പേര് കളക്ഷൻ. ഓ, അങ്ങനെ ഹോട്ടലുണ്ടോ? അത് ഈ മൂന്നാറൊക്കെ ഉള്ളതാണ്. എടാ 3.4 കിലോമീറ്റർ ഇങ്ങോട്ട് വഴിയില്ല പിന്നെ, പക്ഷെ ഇങ്ങോട്ടാണ് കാണിക്കണേ. പെരുമ്പള്ളം പോണത് ഇങ്ങോട്ട്. പെരുമ്പള്ളം നമുക്ക് വഴി തെറ്റി ഗൈസ്. മെയിൻ റോഡ് തിരുമ്പ് പോകണം. இதுதான் செல்லு, இதுதான் கட்டும். பெரும்பெல்லாம் போவோம். இது போனீங்கன்னா ரொம்ப கஷ்டப்பட்டு போகணும். இது பைக்கு போகும்பா போகும், ஆனால் ரொம்ப கஷ்டப்பட்டு போகணும். இது போனீங்கன்னா மெயின் ரோட்லேயே போகணும். നമ്മൾ വഴി തെറ്റി ഒരു മലയിൽ കിടന്ന് കറങ്ങുകയാണ് ഗൈസ്. ഇതുവരെ നമ്മുടെ ഹോട്ടൽ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ലൊക്കേഷൻ ആക്യുറേറ്റ് അല്ല, അതാണ് മെയിൻ പ്രശ്നം. ഇതിപ്പോൾ നേരെയാണ് കാണിക്കുന്നത്.
ഇതാണോ? ഓ ഒടുവി എത്തി. ഓ നമ്മൾ 1 മണിക്കൂർ കിടന്ന് ചുറ്റിയിട്ടാണ് നമുക്ക് വഴി കണ്ടുപിടിച്ചത്. വണ്ടി നമ്മളിവിടെ പാർക്ക് ചെയ്തു, 3 വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് സേഫായിട്ട്. ഇനി നമുക്ക് അകത്ത് കയറി ഇവിടെയുള്ള ആളെ ഒന്ന് കാണാം. ഇവിടുത്തെ വ്യൂ ഉണ്ടോ? ഒരു രക്ഷയില്ലാത്ത വ്യൂ അല്ലേ. ക്യാമ്പ് ഫയർ ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്, പക്ഷെ ഇതിൻ്റെ അകത്ത് ആളെ കാണാനില്ലല്ലോ. നമ്മൾ ആ ഹോട്ടലിൻ്റെ റിസപ്ഷനിലേക്ക് പോവാണ് കേട്ടോ. ഇവിടെയാണ് എൻ്റെ റിസപ്ഷൻ. റൂം കിട്ടി ഗൈസ്. അന്ത തമ്പിയുടെ കൂടെ പോയാൽ റൂം കട്ടിത്തരും. എടാ അപ്പോൾ വണ്ടി എടുത്തുകൊണ്ട് വരണമല്ലേ നല്ലത്. സോ നമ്മൾ ആദ്യം കണ്ട വില്ലയല്ല, നമുക്ക് ആ ഭാഗത്തുള്ള ഏതൊരു വില്ലയാണ് കിട്ടാൻ പോകുന്നത് കേട്ടോ. ഏതാണെന്ന് കണ്ടറിയാം. അപ്പോൾ ഈ കാണുന്ന ബിൽഡിംഗ് ആണ് കേട്ടോ നമ്മുടെ റൂം. മേളിലാണെന്ന് തോന്നുന്നു നമ്മുടെ റൂം വരുന്നത്. നമുക്ക് മുകളിൽ പോയി നോക്കാം. ഈ റൂമിന് എത്ര? ഈ റൂമിൽ നമുക്ക് അവിടെ നിന്ന് നല്ല റൂം. സോ ഗൈസ്, ഇതാണ് നമ്മുടെ 1500 രൂപയുടെ റൂം. ഹീറ്റർ ആകെ ഇച്ചിരിയുള്ള റൂമും ബാത്റൂം കാണിക്കട്ടെ. 1 മിനിറ്റ്. ആകെ ഇച്ചിരിയുള്ളൊരു ക്ലോസറ്റും പിന്നെ ഒരു പാർട്ട് ഒരു ഹീറ്റർ. സോ ഗൈസ്, നമുക്ക് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് കാണാം ബാക്കി. ഓക്കെ, എന്തായാലും നമ്മൾ പുറത്തോട്ട് പോകുന്നുണ്ട്. ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് പുറത്തോട്ട് പോയി ബാക്കി കാഴ്ചകൾ കാണാം. സോ ഗൈസ്, സമയം ഇപ്പോൾ 7 മണി ആവാറായി കേട്ടോ. നമ്മൾ പുറത്തോട്ടൊന്ന് ഇറങ്ങുകയാണ്. പുറത്ത് കുറച്ച് ലൈറ്റൊക്കെ ഉണ്ട്. ഇതായിരുന്നു റൂം, ഞാൻ നേരത്തെ കാണിച്ചില്ലേ. എക്സ്ട്രാ ബെഡൊക്കെ കൊണ്ട് തന്നിട്ടുണ്ട്. പിന്നെ ഒരു കുപ്പി വെള്ളം കൊണ്ട് തന്നിട്ടുണ്ട്. പില്ലോ ഉണ്ട്, ബ്ലാങ്കറ്റും ഉണ്ട്. അത്രേ ഉള്ളൂ. ഒരു ദിവസത്തേക്ക് കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ലൈറ്റൊക്കെ ഇട്ടപ്പോൾ അത്യാവശ്യം നല്ല ആംബിയൻസ് ഉണ്ട് കേട്ടോ ഇവിടെ. നമ്മൾ വണ്ടി ഇതാ ഇവിടെയാണ് പാർക്ക് ചെയ്തേക്കുന്നത്, എൻ്റെ തൊട്ട് മുമ്പിൽ തന്നെ. നമുക്ക് ഇപ്പോൾ പോകുന്നത് 2 വണ്ടിയില്ല. എൻ്റെ വണ്ടി ഞാനിവിടെ വെച്ചേക്കുക. നമുക്ക് ശ്രീഹരിയുടെ വണ്ടി കയറി പോവാം. ആണേ ഓട് അമ്മേ. അങ്ങനെ നമ്മൾ കൊടൈക്കനാൽ കാണാൻ വേണ്ടി ഇതാ ഇറങ്ങിയിരിക്കുകയാണ്. നമ്മളിതാ ആ പൊട്ടിപ്പൊളഞ്ഞ റോഡെല്ലാം കഴിഞ്ഞ് ടൗണിലോട്ട് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു അമ്പലമുണ്ട് കണ്ടോ. തിരക്കിനൊരു കുറവുമില്ല കേട്ടോ, ഭയങ്കര തിരക്കാണ്.
ശനി ഞായറും അല്ലേ, അപ്പം നല്ല തിരക്കുണ്ട്. നമ്മളിപ്പോൾ ആ കൊടൈക്കനാൽ ലേക്കിൻ്റെ സൈഡിലോട്ടാണ് കേട്ടോ പോകുന്നത്. നമുക്ക് അവിടെ ചെന്നിട്ട് എന്തെങ്കിലും കാണാൻ പറ്റുമെങ്കിൽ കാണാം, പിന്നെ എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടെങ്കിൽ വാങ്ങിക്കാം, അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. ആ കഴിക്കാം, ചായ കുടിക്കാം. സോ ഗൈസ്, നമ്മളിതാ ഈ കടയിൽ നിന്ന് മാഗി പറഞ്ഞു കേട്ടോ. എഗ് മാഗി. ഒരപ്പിയോ? ആ ലേക്കിൻ്റെ തൊട്ട് സൈഡിൽ തന്നെയാണ് കേട്ടോ. അവിടെയാണ് ലേക്ക്, ഇവിടെയാണ് നമ്മുടെ മാഗി കട. അപ്പോൾ ഈ തണുപ്പത്തൊരു മാഗിയൊക്കെ കഴിച്ച് ചില്ല് ചെയ്തിരിക്കാം നമുക്ക്. നമ്മുടെ മാഗി വന്നിരിക്കുകയാണ്. കൊള്ളാം. ഒരു ബ്രെഡ് ഓംലെറ്റ് വന്നത് തീർത്തു. ഇനി ഒരു എപ്പിയും കൂടെ വരാനുണ്ട്. കഴിക്കുന്നത് കണ്ടു. എന്താ പറയാനുള്ളത്? നല്ല ടേസ്റ്റ്. നമ്മൾ മാഗിയൊക്കെ കഴിച്ചു. ഇനി നമ്മൾ ചോക്ലേറ്റ് വാങ്ങിക്കാൻ പോകണം കേട്ടോ. അതിനൊരു സ്ഥലം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. നമ്മളൊക്കെ അവിടെ പോയി നമുക്ക് ബ്രൗണിയും ഡാർക്ക് ചോക്ലേറ്റും കിട്ടുമെന്ന് നോക്കാം. ബ്ലാങ്കറ്റ് ഉണ്ട്, സ്കാർഫുണ്ട്. നന്നായിട്ട് ബാർഗെയിൻ ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ നല്ല റേറ്റിന് വാങ്ങിക്കാം. ഓ, അങ്ങോട്ടാണ് ശ്രീകരിക്കെന്ത് വൺ വേ. എങ്ങനെ വീഡിയോ എടുക്കുന്നത്? എടുത്താൽ മതി. ഓണായോ? ആണോ? ആ, ഓണായി. ഇത് ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് തരാം. ഹലോ ഗായ്സ്, നമ്മളിപ്പം ചോക്ലേറ്റ് വാങ്ങിക്കാനായിട്ട് കൊടൈക്കനാൽ എത്തിയിരിക്കുകയാണ്. ഈ കോക്കോ ബീൻ എന്നുള്ള കടയിൽ നിന്നാണ് നമ്മൾ ചോക്ലേറ്റ് വാങ്ങിക്കുന്നത്. ഇവിടെ നല്ല ചോക്ലേറ്റ്, ഒതൻറ്റിക് ചോക്ലേറ്റ്, ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ കിട്ടുന്നതാണ്. സന്തോഷമുള്ള മക്കളെ, സന്തോഷമായി. ഗൈസ്, അപ്പോൾ നമ്മൾ ഈ കടയിൽ നിന്ന് കുറച്ച് ചോക്ലേറ്റൊക്കെ വാങ്ങിച്ചു കേട്ടോ, വീട്ടിലേക്ക് കൊടുക്കാനായിട്ട്. നമ്മൾ ജസ്റ്റ് ചുമ്മാ ഇവിടെ നടക്കുകയാണ്. സോ ഗൈസ്, ഞങ്ങൾ തിരിച്ച് റൂമിലോട്ട് പോവാണ്. തണുപ്പൊട്ട് സഹിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഷോപ്പിങ്ങും ബാക്കി കാഴ്ചകൾ കാണുന്ന കാര്യങ്ങളൊക്കെ നാളത്തേക്കാക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളിപ്പോൾ ഈ റൂമിലോട്ട് പോവാണ് കേട്ടോ. The next day. സമയം 7:45. കൊടുക്കത്ത് തണുപ്പായിരുന്നു. സുഖമായിട്ട് ഉറങ്ങാൻ പറ്റി. രാവിലെ തണുത്ത വെള്ളത്തിൽ പല്ല് തേച്ച് പല്ല് രണ്ടെണ്ണം കൊഴിഞ്ഞു പോയി. പുറത്ത് കോട കാരണം എന്ന് പറഞ്ഞ അലാറമൊക്കെ വെച്ചു. പക്ഷേ അലാറത്തിന്റെ വഴി പോയി, നമ്മുടെ വഴി. നമ്മളിപ്പോ 8 മണിയാകുമ്പോഴത്തേക്കും ചെക്കൗട്ട് ചെയ്യാനിരിക്കുകയാണ്. എല്ലാം വലിച്ചു വാരിയിട്ടിരിക്കുകയാണ്. നമ്മളെല്ലാം ഓരോന്നായിട്ട് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട്. So guys, now we are packed and ready to go. So നമ്മളെല്ലാം എടുത്തു, എല്ലാം പാക്ക് ചെയ്തു, ഒന്നുമില്ലെന്ന് വിശ്വസിക്കുന്നു. ടൈം ഇപ്പം 8 മണി കഴിഞ്ഞു കേട്ടോ. 8 മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ച 8:10. കുഴപ്പമില്ലാത്ത റൂമായിരുന്നു കേട്ടോ. വലിയ ആഷ് പോഷൊന്നുമല്ല, അത്യാവശ്യം കിടക്കാം, സാധനങ്ങളും വെക്കാം. സോ നമ്മൾ വണ്ടി ഇവിടെയായിരുന്നു കേട്ടോ പാർക്ക് ചെയ്ത് വെച്ചിരുന്നത്, എൻ്റെ മുമ്പിൽ തന്നെ. അതുകൊണ്ട് സേഫായിരുന്നു. സ്റ്റാർട്ടായി. വേറെ കുറേ ഫാമിലീസൊക്കെ താമസിക്കുന്നുണ്ട് ഇവിടെ. മുകളിലോട്ടെല്ലാം കോട്ടേജുകളാണ്, പക്ഷെ അവിടെയൊക്കെ ഫുള്ളായിരുന്നു, നമുക്ക് കിട്ടിയില്ല. നമ്മൾ ആ ഭാഗത്തുള്ളൊരു കോട്ടേജായിരുന്നു ബുക്ക് ചെയ്തത്. അപ്പോൾ നമുക്ക് മുമ്പ് വന്ന ഫാമിലിക്ക് എന്തോ അത് കൊടുത്തവർ. ഇങ്ങോട്ടുള്ള റോഡ് വളരെ മോശമാണ് കേട്ടോ. ബാക്കി എല്ലാം ഓക്കെയാണ്. വളരെ മോശം എന്ന് വെച്ചാൽ വളരെ മോശം. അയ്യോ, എങ്ങനെയാണ് ഇന്നലെ രാത്രി ഇങ്ങോട്ട് കയറി വന്നതെന്നൊരു പിടിയില്ല. വി ആർ റെഡി ടു ലീവ്. പോവാം. നമ്മളെല്ലാം പാക്ക് ചെയ്തു, വണ്ടി വാമപ്പ് ചെയ്തു, എല്ലാം സെറ്റാണ്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ID കാർഡ് ഓഫീസിൽ നിന്നും കൂടെ വാങ്ങിച്ചാൽ നമുക്ക് ഇവിടെ നിന്ന് പോവാം. സോ ഇതായിരുന്നു കേട്ടോ ഒരു ഫുൾ വ്യൂ എന്ന് പറയാനായിട്ട്. ആ ഭാഗത്ത് ഫുള്ളും കോട്ടേജും കാര്യങ്ങളൊക്കെയാണ്. So yeah guys, we are set to leave.
ബൈ ഫോർ നൗ. നമുക്ക് വീണ്ടും വരാം ഇവിടെ കേട്ടോ, കുറച്ചുകൂടെ സെറ്റായിട്ട്. ഈ നീല ബിൽഡിംഗ് ആയിരുന്നു അവരുടെ ഇത് ഓഫീസൊക്കെ കേട്ടോ. എല്ലാം ഫുള്ളാണെന്ന് തോന്നുന്നു, എല്ലാത്തിലും ആളുണ്ട്. നമുക്ക് കിട്ടിയത് കുറച്ച് മോശമായിരുന്നു, വേറെ മോശം പറയാനില്ല, എന്നാലും ഇച്ചിരിയും കൂടെ ബെറ്റർ ആക്കായിരുന്നു. അവൻ എൻ്റെ മണ്ടയിലൊക്കെ കയറി കേട്ടോ. ഒരു കുന്നുപോലെ സംഭവം, അവിടെ പശുക്കളൊക്കെ അവിടെ മേയുന്നുണ്ട്. സോ ഇവിടുത്തെ പരിപാടികളും കഴിഞ്ഞു. ഇഷ്ടംപോലെ കിട്ടിയ ഫോട്ടോസൊക്കെ കിട്ടി കേട്ടോ. ഞാൻ വീഡിയോയുടെ അവസാനം ഇട്ടേക്കാം. സോ ഞങ്ങൾ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ തപ്പിയെടുക്കട്ടെ, അപ്പോൾ നമുക്ക് ഹോട്ടലിൽ വെച്ച് കാണാം. സോ ഗൈസ്, നമ്മൾ AR റഹ്മാൻ റെസ്റ്റോറൻറ്റിലാണ് കയറാൻ പോകുന്നത് കേട്ടോ. സോ നമ്മൾ ഗീ റോസ്റ്റും മസാല ദോശ, ഗീ റോസ്റ്റ് ഇടലും വാടകയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. നല്ല മുരുമുരാന്നിരിക്കുന്ന ഇവിടെ. ഞങ്ങൾ 2 പറഞ്ഞ ഓർമ്മ അടിയിൽ ഇരിപ്പുണ്ട്. എനിക്ക് അങ്ങനെ വേണ്ട, കുറച്ച് മതി. 499 രൂപ കേട്ടോ. ഇവിടെ മസാല ദോശയ്ക്ക് 90 രൂപയും നെയ്റോസിന് 120 രൂപയും. സോ നമ്മളിതാ ഇതിൻ്റെ അകത്തുള്ള മാർക്കറ്റിനകത്തൂടെ കേട്ടോ നടക്കുന്നത്. ഇവിടെ എത്ര ഇതിന് പറയുന്നത്? ആ കൊള്ളാം. ആർക്കാടാ കമ്പനി നോക്കുന്നേ? നോക്ക് വാങ്ങില്. ഇത് തന്നെ അവരും ചോദിക്കണേ. ഓ അത് യുക്കാരി അല്ലേ? ഓ ഒറിജിനൽ ആണെന്ന് കാണിക്കാൻ തുണി എത്തിച്ചും. ആ ശരിയാ ശരി. യൂക്കാലിയാ? അല്ല, കാട്ടുള്ളി. എത്ര തലവേദന, ജലദോഷം, ബോഡി പെയിൻ ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മതി. നമ്മൾ വിക്സ് യൂസ് ചെയ്യണം. വിക്സ് വെള്ളം വേണ്ട. ரொம்ப இந்த வீசிங் ஆஸ்மா மாத்திரம் இருந்தா நல்ல சூடு வெள்ளத்துல ஒரு 3 துளி மாத்திரம் இட்டுட்டு ஆவி பிடிக்கான யூஸ் செய்யலாம். பாடி பெயின் ഉണ്ടല്ലോ, ഒരു ബക്കറ്റ് വെള്ളത്തിൽ ഒരു 3 തുള്ളി ഇട്ടിട്ട് ബാത്ത് പണിங்கன்னா ബാഡി പെയിൻ കൺട്രോൾ ചെയ്യും. അതൊക്കെ തന്നെ. നമ്മളിവിടുന്ന് യുക്കാലിസ് തൈലവും വാങ്ങിച്ചു, കമ്മലും വാങ്ങിച്ചു. ഇഷ്ടംപോലെ അനിമി ക്യാരക്ടേഴ്സ് ഉണ്ട്. ഫോൺ കുരങ്ങ് പിടിച്ചോണ്ട് പോവോ ഈ മയിലുമാരി? ഇതാണേട്ടാ ഇവിടുത്തെ വ്യൂ. പറഞ്ഞു
കുരങ്ങന്മാരൊക്കെ ഉണ്ട്. അടുത്ത സ്ഥലത്തോട്ട് പോകാം കേട്ടോ. ഇതാണ് ആ വ്യൂ പോയിന്റിലുള്ള എൻട്രി. നമുക്ക് മറ്റേ ഗുണ കേവിലോട്ട് പോകുന്ന വഴിക്ക് ഇതുപോലൊരു ടോളുണ്ട് കേട്ടോ. ബൈക്കിന് 20 കാറിന് 50 എന്തായാലും ബില്ലുണ്ട്, അതുകൊണ്ട് സംഗതി ഉള്ളതാണെന്ന് വിശ്വസിക്കാം. ആ കാണുന്നതാണ് കേട്ടോ ഗുണ കേവ്. ₹30 ടിക്കറ്റ്. കുഴപ്പമില്ല, കേരളത്തിലാണെങ്കിൽ ഒരാൾക്ക് 30. ആ അങ്ങനെ ഗുണ കേവിൽ കയറാൻ ഒരാൾക്ക് 10 രൂപ കേട്ടോ. അങ്ങനെ 3 പേർക്ക് 30. ഇതാണ് അങ്ങോട്ടുള്ള വഴി. എങ്ങോട്ട് അവസാനം അവിടെ കിടക്കും. ശ്രീർ സത്തിട്ടെ വാ പോലാ. ഫുള്ള് ബഹളമാണ് കേസ്. ഒരു കുരങ്ങ ഒരു ബാഗ് സെർച്ച് ചെയ്യണ കേസ്. എന്നാ ഇത് പിടി. രക്ഷപ്പെട്ടു. ഇതാണ് ഗുണ കേവ് വ്യൂ പോയിന്റ്. ഈ സൈഡിലെവിടെയാണ് യഥാർത്ഥ ഗുണം. എടാ കൊരക്ക നിന്റെ ബാഗ് നോട്ടിട്ടുണ്ടോ? ഓ അത് തന്നെ, അവൻ നോട്ടിട്ട് അവൻ തീർന്നു. ആ കൊരങ്ങൻ അവനെ നോട്ടിട്ടിട്ടുണ്ട്. ഇതാ ഇത്രയൊക്കെ ഉള്ളു ഇവിടെ നിന്നുള്ള വ്യൂ കേട്ടോ. വാ വാ വാ. പിള്ളേരെല്ലാം സുഭാഷ് എന്ന് കിടന്ന് വിളിക്കുകയാണ്. സുഭാഷ്. നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ഇത്രയൊക്കെ ഉള്ളു ഇവിടുത്തെ വ്യൂ. ഫുള്ളും തിരക്കാണ്, അതുകൊണ്ട് മര്യാദയ്ക്കൊന്നും കാണാനോ ഒന്നും പറ്റുന്നില്ല. അതുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങും. പിന്നെ കുരങ്ങന്മാരുടെ ശല്യം. ഗായ്സ് നമ്മൾ ഗുണ കേവൊക്കെ കണ്ട് ഇറങ്ങി കേട്ടോ. ഭയങ്കര തിരക്കാണ്. ഫുൾ പൊടിയും ബഹളവും ആലപ്പും വിളിയും എല്ലാം ആണ് അവിടെ. ഇത് എടാ മറ്റേ മറ്റേ സിനിമയിൽ കാണുന്ന എൻട്രി ഇതാണ്. ഇവിടെയാണ് ആ കടയൊക്കെ വരുന്നത്.
ഗൈസ് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ മഞ്ഞുമൽ ബോയ്സിനകത്ത് അവർ ഓടുന്ന വഴിയില്ല, അത് ഈ വഴിയാണ് അവർ എൻ്റർ ചെയ്ത് പോകുന്നത്. ഇപ്പോൾ ഇതുവഴി എൻട്രൻസ് ഒന്നുമില്ല, അവിടെ നമ്മൾ കയറിയ സ്ഥലമില്ല, അവിടെയാണ് എൻട്രൻസ്. ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ ഗുണ കേവിലെ കാഴ്ചകൾ. കൂടുതലൊന്നും കാണാൻ നമുക്ക് ഗുണ കേവ് ഒന്നും കാണാൻ പറ്റത്തില്ല കേട്ടോ, അത് വേറെ ഏത് സൈഡാണ് ഒറിജിനൽ ഗുണ കേവ് എന്നൊക്കെ പറയുന്നത്. അത് ജസ്റ്റ് വ്യൂ പോയിന്റ് മാത്രമേ ഉള്ളൂ അവിടെ. ഇതാണ് മോയേഴ്സ് പോയിന്റ്. അതിലേക്ക് വായിച്ചില്ലെങ്കിൽ സീനാവും, അതുകൊണ്ട്. അപ്പോൾ ഇവിടെ കയറാനും ടിക്കറ്റ് ഉണ്ട് കേട്ടോ, ഒരാൾക്ക് 10 രൂപയാണ്, 30 രൂപയായി 3 പേർക്ക്. ഉണ്ടോ ഒരു കാള, അയ്യോ സ്പെക്ടാക്കുലർ രക്ഷയില്ല. ഒരു 3000 അടിയോളം താഴ്ചയിൽ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട്. പൂവുള്ള മരമാണ് കേട്ടോ. ആ ഒരു മലയുടെ ബാക്ക് സൈഡായിട്ടാണ് ഗുണ കേവ് വരുന്നത്. നമ്മൾ അവിടെ നിന്നാണ് ഇപ്പം ഇങ്ങോട്ട് വണ്ടി ഓടിച്ച് വന്നത്. അവിടെ ആയിട്ടാണ് പില്ലർ റോക്സ് ഗുണ കേവ് ഒക്കെ വരുന്നത്. ഇവിടുന്ന് നമ്മൾ ഇങ്ങനെ കറങ്ങി താഴെ ഇറങ്ങും. കൊള്ളാം. Moyer Point was earlier known as 4 Mile Road, named after Sir Thomas Moyer. This place offers amazing views of the valleys. So അതാണ് മോയർ പോയിന്റ്. മനസ്സിലായി. നമ്മൾ ഇവിടുന്ന് ഒരു ലിംഗൊക്കെ കുടിക്കാൻ കേട്ടോ. ചേട്ടൻ നമുക്കൊരു ചോളം എക്സ്ട്രാ സ്പൈസി ആക്കി തരും. സോ ഇനി നമ്മൾ ഒരിടത്ത് നിർത്തുന്നൊന്നുമില്ലല്ലോ. അടിയിലോ? ഇനി നമ്മൾ മല ഇറങ്ങുകയാണ് കേട്ടോ. അതെ, ഇവിടുന്ന് ഇറങ്ങുകയാണ്. വന്ന കയറിയ മഴ ഫുള്ളും നമ്മളിനി ഇറങ്ങണം, അതാണ് ഇനി അടുത്ത ടാസ്ക്. ഇനി വേറെ ഷോപ്പും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ കൊടൈക്കനാലിനോട് ഇവിടെ പറയുകയാണ് കേട്ടോ. ഇതായിരുന്നു നമ്മുടെ എൻട്രി പോയിന്റ് കേട്ടോ. ഇവിടെ വെച്ചാണ് നമ്മൾ പാസ്സൊക്കെ എടുത്ത് താഴോട്ട് പോയത്. നമ്മൾ താഴെ എത്തി. കമ്പിക്കാറുണ്ട് ഓപ്പൺ ആയില്ല. ഓ ഹായ് ബ്രോ. വേറെന്നാ? ലിങ്കേഷ്. ഞങ്ങൾ ട്രിവാൻഡ്രം, കേരള. ട്രിവാൻഡ്രം. ഓ കൊച്ചിയിൽ വന്നിരിക്കാ. ഓക്കെ ഓ പിന്നെ നമ്മുടെ ഓടിപ്പ് കണ്ടിട്ട് കൂടെ കൂടിയതാ. ഓക്കെ യാ ഓക്കെ ബ്രോ. അടുത്ത പമ്പി കയറാം കേട്ടോ ബ്രോ. നമ്മൾ കൊടൈക്കനാലൊക്കെ ഇറങ്ങി താഴെ എത്തി കേട്ടോ. ഇങ്ങെത്തി നാഗർകോവിലാണ് കേട്ടോ ഇപ്പം മാപ്പിട്ടേക്കുന്നത്. ആ വഴിയെ പോകുന്നുണ്ട്. 250 കിലോമീറ്റർ ഉണ്ട്. 7 മണിയാകുമ്പോഴേ നാഗർകോവിൽ എത്തുള്ളൂ. പിന്നെ ഈ ചേട്ടൻ്റെ കടയിൽ നിന്ന് നമ്മൾ കരിക്കും കുടിച്ചു. എന്നാ ശരി, നമുക്കിനി പയ്യെ മുമ്പോട്ട് പോകാം.
അവിടെ കയറാം. ഇവിടെ പെട്രോളിന് 102 കേട്ടോ. ഇവിടെ 102.13. സോ പെട്രോളൊക്കെ അടിച്ചു. നമ്മൾ 5 ലിറ്റർ കയറി കേട്ടോ. ഇന്നലെ ഫുൾ ടാങ്ക് അടിച്ചതാണ് നമ്മൾ റിലയൻസിൻ്റെ പമ്പിൽ നിന്ന്. സോ പെട്രോളും അടിച്ചു, ഫുഡും കഴിച്ചു. ഇനി സ്ട്രെയിറ്റ് അങ്ങ് പോവാം. ഓ ഗൈസ്, നമ്മളിവിടെ വെള്ളം കുടിക്കാൻ നിർത്തിയതാണ് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് നേരം ഇവനെ ഓടിക്കാം. എന്താ നമ്മൾ ഹൈവേ വന്ന് കയറിയിരിക്കുകയാണ് കേട്ടോ. ഇന്ത്യാമതി ഹൈവേ ആണ്. ഇപ്പം അങ്ങനെ 230 കിലോമീറ്റർ കൂടെ ഡൗൺ ചെയ്യണത്. ഞാൻ 160 കയറി. ഞാൻ 130 ഇത്ര കയറത്തുള്ളൂ. 152. നമുക്കൊരു കോഫി കുടിക്കാൻ കഴിയും, എന്നിട്ട് നമുക്ക് ബാക്കി യാത്ര കണ്ടിന്യൂ. സോ ഗൈസ്, നമ്മളിവിടെ 1 മണിക്കൂറോളം സ്പെൻഡ് ചെയ്തു കേട്ടോ. ചായയും കുടിച്ച് കുറേ നേരം ഇവിടെ ഇരുന്നു, ഒന്ന് റെസ്റ്റ് എടുത്തു. സമയം ഇപ്പോൾ 5:45 അല്ലേ. ഇനി നമുക്ക് 230 കിലോമീറ്റർ ഉണ്ട് വീട്ടിലോട്ട്. 10:30 ആകുമ്പോഴേ എത്തുള്ളൂ എന്നാണ് എൻ്റെ ഒരു നിഗമനം. അല്ല, നമ്മളൊരു ടോൾ ബൂത്ത് പാസ് ചെയ്യുകയാണ് കേട്ടോ. കന്യാകുമാരി ഇറ്റൂർ വട്ടം ടോൾ വേ പ്രൈവറ്റ് ലിമിറ്റഡ്. ഗൈസ്, നമ്മുടെ ട്രയംഫിൻ്റെ കൂളൻ ലെവൽ താന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. എന്ത് ചെയ്ത്? ഇതാണ് വാങ്ങിച്ച സാധനം.
അപ്പോൾ നമുക്കത് ടോപ്പപ്പ് ചെയ്യാം. വണ്ടി തണുക്കാൻ വേണ്ടി വെച്ചേക്കാണ് കേട്ടോ. അങ്ങനെ നമ്മളിപ്പോൾ കൂടൻ്റ് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഗായ്സ്, അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി കൂളൻ്റ് ഒക്കെ ഒഴിച്ചിരിക്കുകയാണ്. കുറച്ച് പുറത്തും പോയി, പക്ഷെ കുഴപ്പമില്ല. ഏകദേശം 150 ml കയറി കേട്ടോ. അപ്പോൾ ഒട്ടും ഇല്ലായിരുന്നു. ഇനി ഫാൻ ഓണാകുമോ നോക്കാം. എന്തായാലും അത്രയുണ്ട് ഇനി. അതിന് 151 കിലോമീറ്റർ കാണിക്കും, 150 മൈലേജ് കാണിക്കും, 160 റേഞ്ചും കാണിക്കും. അപ്പോൾ കുഴപ്പമില്ല. നീ ഫുൾ അടിച്ചാടാ? ഫുൾ അടിച്ചാ? എത്രയായി? 720. ആ, 7 ലിറ്റർ അടിച്ചു. ടാങ്ക് എത്ര കപ്പാസിറ്റി? 10 ലിറ്റർ. സത്യം പറഞ്ഞാൽ ഇതിന് 80 മുകളിൽ കയറിയ മൈലേജ് 39 ഇപ്പം മനസ്സിലായി. ഇവന് മൈലേജ് കൂടി ഇപ്പോൾ. ഇതിന്റെ നമ്മളിവിടുന്ന് വന്നിട്ട് ഇവന് 4 ഘട്ടം വെച്ചുണ്ട്, എനിക്ക് 3. എങ്ങനെ ഇരിക്കും? എനിക്ക് ആരൊക്കെ ലൈറ്റ് അടിച്ചു തരാന്നൊക്കെ പറഞ്ഞിട്ട് വിട്ടങ്ങ് പോരുന്നത്. ഞാൻ അവിടെ ഇരുട്ടത്ത് തപ്പി പിടിക്കുക. ഒരു കുഴിയിൽ ചാടിയൊക്കെ പോയി. ഇതിലൊത്ത ഈച്ച പയ്യെ പോയിക്കോ. ഇനി നിന്നെ നമ്മൾ നടക്കുന്നുണ്ടോ? ഇങ്ങനെ എങ്ങനെ ഇറങ്ങുമോ? കംപ്ലൈന്റ് എന്തിനു കംപ്ലൈന്റ്? ഞാൻ ആവറേജ് നോക്കി 17 മൈലേജ് കിട്ടും. 50ന്റെ പകുതി പോലും ഇല്ല. ഒന്നാമത്തെ കാര്യം, നിന്റെ ടയറിൽ കാറ്റില്ലാതാണ് നീ ഇപ്പോൾ 120 പൊക്കോണ്ടിരുന്നത്. നമ്മൾ കാറ്റടിച്ചിട്ട് ഇപ്പൊ എത്ര നേരമായി കാണും? അപ്പോഴത്തേക്കും പെട്രോൾ പകുതി ആയില്ലേ? ഇനി ഓടിച്ചു. ആ, എത്രയായിരുന്നു? 18 16 13. പഞ്ചറായ ടയറും കൊണ്ട് 120 പോവുക. 120 പോകാനുള്ള 100 പോകണുള്ളൂ. ഞാൻ 128 കയറ്റി. ഒന്നാമത്തെ കാര്യം, നീ കാറ്റില്ലാതെ 128 കയറ്റി. ഞാൻ എങ്ങനെ എടുത്തിട്ടും 110 അങ്ങനെ അനങ്ങളില്ല. 120. ഇപ്പൊ വണ്ടിയെല്ലാം പൊങ്ങിയിരിക്കുന്നത് കാറ്റ്. ആ, അതായിരിക്കും വണ്ടിയെ കുറ്റം പറയാതെ. വണ്ടി ഇപ്പൊ നിന്നെ തള്ളി കയറി കാറ്റില്ലാതെ ഓടിച്ചിട്ട്. കഴിക്കാൻ കയറി കേട്ടോ. ഇവിടെ നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു സ്ഥലം കിട്ടി. സിനിമ ഒക്കെ കണ്ട് നമുക്ക് ആഹാരം കഴിക്കാം. സോ ഗൈസ്, നമ്മൾ ഈ സ്ഥലത്തു നിന്നാണ് കേട്ടോ ഫുഡ് കഴിച്ചത്. സോ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. കഴിക്കേണ്ടവരും സിനിമ കാണേണ്ടവരും എല്ലാം ഇവിടെ വന്നിരുന്ന് സിനിമ കാണുന്നുണ്ട് കേട്ടോ. കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഗ്രൗണ്ട് വരെ ഉണ്ട്. പിന്നെ എന്തോ വേണം? ആ, 94 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ ഒരു 11:30-12 എത്തുമെന്ന് വിശ്വസിക്കുന്നു. ഗായ്സ്, നമ്മൾ കളിക്കാവളെ എത്തി. സോ ഞാനും ശ്രീഹരിയും ഇതുവഴി പോവും, സജിൻ ഇതുവഴി പോവും. ഫ്ലൈറ്റും താന്ന് പോണേ. ഞാനങ്ങ് ഒതുക്കി. ഞാനും ഒതുക്കി. എന്റെ പറഞ്ഞത് വേണമില്ല. സ്ഥലം കൊടുക്കുന്നു പോകാൻ പോകാനില്ല. കൂട്ട കെട്ടിപ്പിടി. എത്തിയിട്ട് മെസ്സേജ് അയക്കളയാ. ചിരിക്കടാ. ഇത് കാണാക്കത്തില്ല. ഓക്കെ, ബൈ ബൈ. സോ സജിനെ അവൻ്റെ വഴിക്ക് വിട്ടു. ഇനി നമുക്ക് പോവാം.
കൊള്ളായിരുന്നല്ലേ? നീ ഇവിടെ നിന്ന് ഇങ്ങനെ പോവല്ലേ? ഞാൻ കറങ്ങിയിട്ട് യൂട്ടേൺ അടിച്ച് തിരിച്ചും കയറി പോവും. ഞാൻ പിന്നെ വിട്ടോ, താമസിക്കണ്ട. നീ എത്തിയിട്ട് മെസ്സേജ് അയക്കി. ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്. ശരി. പൗഡർ ഓഫ് യു മാൻ. പോയിട്ടോ. ആദ്യമായിട്ടാ ഇത്രയും ദൂരം. എത്തിയിട്ട് മെസ്സേജ് അയക്കാൻ മറക്കല്ലേ. ശരി. അങ്ങനെ അവനും പോയി. സോ ഗൈസ്, അതൊക്കെ തന്നെയായിരുന്നു വീഡിയോ. 11:45 ആയപ്പം വീടെത്തി കേട്ടോ. എല്ലാവർക്കും കൊടൈക്കനാൽ ട്രിപ്പ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഇതുപോലത്തെ റൈഡ് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ദിസ് ഈസ് സോൾ വാണ്ടറർ സൈനിങ് ഓഫ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.